യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. ഇന്ന് പ്രധാനമായിട്ടും തരുന്ന സന്ദേശം ജോലി തടസ്സമുള്ള മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദൈവവചനവും അതുപോലെ തന്നെ വചന ശുശ്രൂഷയും. പ്രധാനമായിട്ടും നമുക്കറിയാം, ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് മക്കൾ ജോലിയില്ലാതെ അലയുന്ന ഒരു സാഹചര്യം, കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് ഇപ്പോൾ നമ്മൾ മാനവകുലം മുന്നോട്ട് പോകുന്നത്. അതിന് പ്രധാനമായിട്ടുള്ള കുറച്ച് ദൈവിക സന്ദേശങ്ങളും അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുമാണ് ബ്രദർ നിങ്ങൾക്ക് വേണ്ടി തരാൻ ആഗ്രഹിക്കുന്നത്. ബ്രദറിൻ്റെ ശുശ്രൂഷ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പറ്റുമെങ്കിൽ നല്ല നല്ല സന്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ പ്രധാനമായിട്ടും നിങ്ങൾ ദൈവകൃപയിലും ദൈവകരുണയിലും ദൈവസ്നേഹത്തിലും മുന്നോട്ട് വരണമെന്നാണ് ബ്രദറിൻ്റെ പ്രധാനപ്പെട്ട ആഗ്രഹം. ഈ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരുപാട് മക്കൾ ദൈവവചനത്തിലേക്ക് അനുഗ്രഹിക്കപ്പെടാനും അതുപോലെ തന്നെ ജോലി തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറി നിങ്ങൾ ദൈവാനുഗ്രഹത്തിൽ, ദൈവകൃപയിൽ, ദൈവകരുണയിൽ ആശ്രയിക്കുവാനുള്ള ഒരു കഴിവ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ജോലി തടസ്സം, നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളാണ് നമ്മുടെ എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട കാരണം. ആ തടസ്സങ്ങളിൽ നിന്ന് വിജയത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും കൊണ്ടുവരണം. അതുപോലെ തന്നെ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ആയുധമായി നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. തീർച്ചയായിട്ടും നമ്മുടെ ദൈവമായ കർത്താവ്, പിതാവായ ദൈവം ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവവചനത്തിലൂടെ തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ദൈവവചനത്തിന്റെ വില എന്താണെന്നും പ്രാധാന്യം എന്താണെന്നും അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ജോലി തടസ്സമുള്ള മക്കൾക്ക് വേണ്ടി ആദ്യത്തെ വചനം, 5 വചനമാണ് പ്രധാനമായിട്ടും ബ്രദർ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വചനം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. വിശുദ്ധ ഗ്രന്ഥം ഹെബ്രായർ 6-14 തിരുവചനം. നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. കർത്താവിന്റെ വചനം നിങ്ങൾക്ക് എല്ലാവർക്കും ശ്രമിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഹെബ്രായർ 6:14 കർത്താവ് നമുക്ക് തരുന്ന വചനമാണ്, നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഹെബ്രായർ 6:14. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തെയും അനുഗ്രഹിക്കുവാനും വർദ്ധിപ്പിക്കുവാനും അഭിഷേകം തരുവാനും നമ്മുടെ ദൈവത്തിന് സാധിക്കും എന്നാണ് വചനത്തിലൂടെ നമുക്ക് തരുന്ന സന്ദേശം. അത് തടസ്സങ്ങളെ, നിങ്ങളുടെ ജോലി തടസ്സങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് തടസ്സമാണെങ്കിലും നിങ്ങൾ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് സഞ്ചരിച്ച് നോക്കുക. തീർച്ചയായിട്ടും ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അതുപോലെ തന്നെ ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനം. വചനം എന്താണെന്ന് പറയുന്നത് എന്ന് നമുക്കൊന്ന് ശ്രമിക്കാം, കേൾക്കാം. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. അപ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്ന വചനമാണത്. ജോഷുവ 1:9. ശക്തനും ധീരനുമായിരിക്കുവാനും ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാനും നിങ്ങൾ തമ്പുരാൻ പറയുന്നത് പോലെ സഞ്ചരിക്കുന്നെങ്കിൽ ആ ദൈവം നമ്മുടെ കൂടെ വരുമെന്നും പ്രവർത്തിക്കുമെന്നും നമ്മുടെ കൂടെ സഞ്ചരിക്കുമെന്നാണ് തമ്പുരാൻ തരുന്ന വലിയൊരു വചന സന്ദേശം. അപ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ നമ്മളോട് പറയുന്നത് നമ്മുടെ ഭയം, ആകുലത, നിരാശ മാറ്റിയിട്ട് ഭയം മാറ്റുക, എന്നിട്ട് നമ്മൾ ദൈവവചനത്തിൽ ശക്തി ആർജിക്കുക എന്നാണ് നമുക്ക് തരുന്ന സന്ദേശം. അപ്പോൾ ശക്തനും ധീരനുമായിരിക്കാൻ. അപ്പോൾ നിങ്ങൾ ഭയപ്പെടുന്നവരോട് തമ്പുരാൻ തരുന്ന സന്ദേശമാണ് എന്താ? ശക്തനും ധീരനുമായിരിക്കാൻ. ആ ശക്തി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങളുടെ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും. ഭയം, ആകുലത, നിരാശകളൊക്കെ നിങ്ങളിൽ നിന്ന് വിട്ടുമാറിപ്പോയി നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കുമെന്നാണ് ദൈവവചനം തരുന്ന സന്ദേശം. ആ വചനം നിങ്ങൾ എടുത്ത് വായിച്ച് ധ്യാനിക്കുക. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുപോലെ തന്നെ നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 10-ാം തിരുവചനം. കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും.
യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. നിയമവർത്തനം 28:10 വചനം പറയുന്നത് എന്താണെന്ന് നമുക്ക് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ എന്താണ്? നിന്റെ ദൈവമായ കർത്താവ് തീർച്ചയായിട്ടും നിനക്ക് അനുഗ്രഹം തരുമെന്നാണ് വചനം പറയുന്നത്. നിയമവർത്തനം 28:10 കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. കാരണം മനുഷ്യൻ ഭയപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം ഉണ്ടാവണം. നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രവൃത്തിയിൽ ദൈവവചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം. നമുക്ക് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കേണ്ടത്. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. അതുപോലെ തന്നെ നിയമോത്തര പുസ്തകം 28:10 തന്നെ നമ്മൾ ശക്തമായിട്ട് ധ്യാനിക്കേണ്ട വചനമാണത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശക്തി, പവർ, ഹോളി സ്പിരിറ്റ്, അഭിഷേകം ലഭിക്കണമെങ്കിൽ വചനം നമ്മുടെ ഹൃദയത്തിൽ കാണാതെ നമ്മൾ പഠിക്കണം. ഇപ്പോൾ 5 വചനമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമാവാൻ പരിശുദ്ധാത്മാവ് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത വചനം സങ്കീർത്തനങ്ങൾ 77:14 അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. തീർച്ചയായിട്ടും നമ്മൾ വചനം കേട്ടുവല്ലോ. കാരണം ആ ദൈവമായ കർത്താവിന്റെ ശക്തിയെക്കുറിച്ചും ആ അനുഗ്രഹത്തെക്കുറിച്ചുമാണ് നമുക്ക് ഈ വചനം തരുന്നത്. നമ്മൾ ദൈവവചനം പാലിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി പ്രവർത്തിക്കും എന്നതിൻ്റെ വലിയൊരു യാഥാർത്ഥ്യമാണ് ഈ വചനത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹം ചൊരിഞ്ഞ, അഭിഷേകം ചൊരിഞ്ഞ ഒരു വചനമാണ് സങ്കീർത്തനങ്ങൾ 77:14. പ്രതിന്റെ ശുശ്രൂഷ ജീവിതത്തിനിടയിൽ ഒരുപാട് മക്കൾക്ക് അഭിഷേകവും അനുഗ്രഹവും അതുപോലെ തന്നെ സമൃദ്ധിയും ഐശ്വര്യവും തടസ്സങ്ങളും മാറ്റി അവരെ അഭിഷേകത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു വചനമാണ് സങ്കീർത്തനങ്ങൾ 77:14. വചനം പറയുന്നത് നമ്മൾ കേട്ടു. അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം, ജനതകളുടെ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ. എന്താണ്? അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കർത്താവാണ്. നമ്മൾ ആ കർത്താവിന്റെ മക്കൾ മാത്രമാണ്. നമ്മൾക്ക് അഭിഷേകം തന്നിരിക്കുന്നത് കർത്താവാണ്. നമുക്ക് കൃപകളും വരങ്ങളും ദാനങ്ങളും തന്നിരിക്കുന്നത് കർത്താവാണ്. നമ്മൾ കർത്താവിന്റെ കരങ്ങളിലെ ഒരു ഉപകരണം മാത്രമാകുന്നു. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. ആ ദൈവമായ കർത്താവിനെ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അഭിഷേകത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി ഓരോ സുപ്രഭാതത്തിലും നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ അത് അനുഗ്രഹമായും അഭിഷേകമായും ഉയർച്ചയായും നന്മയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. അതുപോലെ തന്നെ അവസാനത്തെ 5-ാമത്തെ തിരുവചനം വിശുദ്ധ ഗ്രന്ഥം ലൂക്കായുടെ സുവിശേഷം 1-ാം തിരുവചനം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. തീർച്ചയായിട്ടും ഈ വചനം പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ലൂക്ക 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. കാരണം എല്ലാം സാധിക്കാൻ കഴിവുള്ളവനാണ് ദൈവം. നമ്മുടെ ജീവിതത്തിലെ എത്ര വലിയ തടസ്സമാണെങ്കിലും ആ തടസ്സത്തെ അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വലിയൊരു കൃപ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലൂക്ക 1:37 ജോലി തടസ്സമുള്ള മക്കൾ, വിവാഹ തടസ്സമുള്ള മക്കൾ, അതുപോലെ എന്ത് തടസ്സമാണെങ്കിലും പ്രധാനമായിട്ടും ഈ ടോപ്പിക്ക് ജോലി തടസ്സമുള്ള മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയും ശുശ്രൂഷയുമാണ് ഇന്നത്തെ ശുശ്രൂഷ. അതുപോലെ ഓരോ ഘട്ടങ്ങളായി ബ്രദർ ശുശ്രൂഷ സമർപ്പിക്കുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലൂക്ക 1:37 വചനം നിങ്ങൾ ധ്യാനിക്കുക, കണ്ടിന്യൂ ആയിട്ട് പ്രാർത്ഥിക്കുക. എഴുതി തയ്യാറാക്കി പ്രാർത്ഥിക്കുമ്പോൾ, വില കൊടുക്കുമ്പോൾ, ദൈവവചനത്തിന് വില കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുമെന്ന് ബ്രദർ ദൈവനാമത്തിൽ ഉറപ്പ് പറയുന്നു. ലൂക്ക 1:37 ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. തീർച്ചയായിട്ടും അസാധ്യ കാര്യങ്ങൾ സാധിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് എത്ര വലിയ കഠിനമായ തടസ്സങ്ങളുണ്ടെങ്കിലും നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന്, നിങ്ങൾ ദൈവവചനത്തിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ വലിയൊരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമെന്ന് ബ്രദർ ഉറപ്പ് പറയുന്നു. യേശുവെ ആരാധന, യേശുവെ സ്തുതി, ഈശോയെ മഹത്വം. അതുപോലെ ജോലി നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ശക്തമായിട്ട് ഈ 5 വചനം ചൊല്ലി ഒരു സംഖ്യ നിങ്ങൾ മനസ്സിൽ കണക്കൂട്ടുക. 10, 20, 30, 35, 40 അങ്ങനെ ആ ഒരു
സംഖ്യ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത് വചനം ചൊല്ലി പ്രാർത്ഥിക്കുക. കാരണം ഒരു ഡേറ്റോ സംഖ്യയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അത് ദൈവാനുഗ്രഹത്തിൽ പ്രാർത്ഥിച്ചൊരുങ്ങി ചെയ്യുക. അതുപോലെ തന്നെ ജോലി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടും ജോലി ലഭിച്ച മക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവം അനുഗ്രഹം വർഷിക്കട്ടെ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന, ഈ പ്രാർത്ഥനയും നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും. നിങ്ങൾക്ക് ഒരുപാട് മക്കൾക്ക് അറിയാവുന്ന പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം. അത് ബ്രദർ ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒന്ന് പറഞ്ഞു തരാം. പല മക്കൾക്ക് വിശ്വാസ പ്രമാണം അറിയാത്ത മക്കളുണ്ട്. അത് അവരുടെ തെറ്റല്ല, അവരുടെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കാത്തതോ പഠിപ്പിക്കാത്തതോ ആയിട്ടുള്ള കാരണമായിരിക്കാം. അല്ലെങ്കിൽ പല വിശ്വാസത്തിലുള്ളവർക്ക് വിശ്വാസ പ്രമാണം അറിയാത്തതായിരിക്കാം. എങ്കിലും നിങ്ങൾ വിശ്വാസത്തോടുകൂടി 33 തവണയൊക്കെ ഓരോ ദിവസവും ശക്തമായിട്ട് ഏറ്റുചൊല്ലിയിട്ട് അനുഗ്രഹത്തോടുകൂടി അഭിഷേകത്തോടുകൂടി പോസിറ്റീവ് മൈൻഡോടുകൂടി നിങ്ങൾ പ്രാർത്ഥിക്കുക. എന്ത് കാര്യമുണ്ടെങ്കിലും എത്ര വലിയ തടസ്സമാണെങ്കിലും നിങ്ങൾ ഒരു പോസിറ്റീവ് അപ്രോച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന ശക്തമാക്കുക. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും 3-ാം നാൾ ഉയർത്തും സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ശുശ്രൂഷ അഭിഷേകവും അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഈ ശുശ്രൂഷ കാണുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും കുഞ്ഞുമക്കൾക്കും അതുപോലെ നിങ്ങളുടെ എല്ലാ മേഖലകൾക്ക് വേണ്ടി തടസ്സ മേഖലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.